വൻ ആവേശത്തോടെയാണ് മോഹൻലാൽ നായകനായ ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഓപ്പണിംഗിൽ മലയാളം റീ റിലീസുകളിൽ മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിന്റെയും മൺചിത്രത്താഴിന്റെയും പിന്നിലാണ് ചോട്ടാ മുംബൈയുടെ സ്ഥാനം. അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2007 പുറത്തെത്തിയ ചോട്ടാ മുംബൈ 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് വീണ്ടും തിയേറ്ററുകളിലെത്തിയത്. കേരള ബോക്സ് ഓഫീസിൽ 3.78 കോടി രൂപയാണ് ചോട്ടാ മുംബൈ ഇതിനോടകം നേടിയിരിക്കുന്നത്. മോഹൻലാലിന്റെ തന്നെ ഏറ്റവും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിലൊന്നാണ് ചോട്ടാ മുംബൈ. ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ്. മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡഗാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മൺമറഞ്ഞ കലാകാരൻ കലാഭവൻ മണിയായിരുന്നു. ജഗതി ശ്രീകുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, മണിക്കുട്ടൻ, ബിജുക്കുട്ടൻ, സായികുമാർ, രാജൻ പി ദേവ്, മണിയൻപിള്ള രാജു, മല്ലിക സുകുമാരൻ തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഭാവനയായിരുന്നു നായിക. വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമായിട്ടാണ് ചോട്ടാ മുംബൈ കണക്കാക്കപ്പെടുന്നത്.